ജയിലിലാകുന്ന മന്ത്രിമാരെ പുറത്താക്കുന്ന ഭരണഘടനാ ഭേദഗതി ബില്ലിനെ ന്യായീകരിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ജയിലിൽ നിന്ന് പലരും സർക്കാരുകൾ ഉണ്ടാക്കുന്നു. മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും ഔദ്യോഗിക വസതിയാക്കി ജയിലിനെ മാറ്റുന്ന പ്രവണത ഒഴിവാക്കാനാണ് ഈ ബില്ലെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. ആരോഗ്യ പ്രശ്നത്തെ തുടർന്നാണ് ഉപരാഷ്ട്രപതി സ്ഥാനത്തു നിന്ന് ജഗ്ദീപ് ധൻകർ രാജിവെച്ചതെന്നും അമിത്ഷാ. धनखड़ जी संवैधानिक पद पर बैठे, अपने कार्यकाल में उन्होंने संविधान के हिसाब से अच्छा काम किया जी। इनकी निजी स्वास्थ्य की समस्या के कारण इन्होंने इस्तीफा दिया है। हाँ। इसको ज्यादा खींचकर कुछ ढूंढने का प्रयास नहीं करना। അച്യുതനാണ് ചേർന്നത് ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി. അച്യുതൻ, ഈ ബില്ലിനെതിരെ വലിയ പ്രതിഷേധം പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായത് നമ്മൾ കണ്ടതാണ്. പക്ഷെ അതിന്റെ ഒരു സദുദ്ദേശം അതാണ് വ്യക്തമാക്കുന്നത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി. അതുമാത്രമല്ല, ഇപ്പോൾ ജഗ്ദീപ് ധൻകർ രാജിവെച്ചതിനെ കുറിച്ച് രാഹുൽ ഗാന്ധി വളരെ കൃത്യമായി തന്നെ ചോദിക്കുന്നുണ്ടായിരുന്നു, എവിടെ പോയി മുൻ ഉപരാഷ്ട്രപതി എന്ന്. അപ്പോൾ അത് ആരോഗ്യ പ്രശ്നങ്ങളാണെന്ന് വ്യക്തമാക്കുകയാണ്. തീർച്ചയായിട്ടും സ്മിത, അതായത് ഈ ഭരണഘടനാ ഭേദഗതി ബില്ല്, അതായത് 30 ദിവസം ജയിലിൽ കിടന്നാൽ മുഖ്യമന്ത്രിമാരെയും പ്രധാനമന്ത്രിയെയും മന്ത്രിമാരെയും ആ പദവിയിൽ നിന്ന് അല്ലെങ്കിൽ മാറ്റി നിർത്തുന്ന ഒഴിവാക്കുന്ന തരത്തിലേക്കുള്ള ആ ബില്ല്, അതിനെ പ്രതിപക്ഷം ആരോപിച്ചത് പ്രതിപക്ഷ ഭരിക്കുന്ന സർക്കാരുകളെ അട്ടിമറിക്കാനുള്ള, അവരെ താഴെയിറക്കുവാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഈ ബില്ലുകളെ കൊണ്ടുവരുന്നത് എന്നായിരുന്നു. എന്തായാലും അതിലിപ്പോൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ വിശദീകരണം, ജയിലിൽ നിന്ന് പലരും സർക്കാരുകൾ ഉണ്ടാക്കുന്നു, ജയിൽ മുഖ്യമന്ത്രിമാരുടെയും മന്ത്രിമാരുടെയും ഔദ്യോഗിക വസതിയാകുന്ന പ്രവണത രാജ്യത്തുണ്ട്, ഇത് ഒഴിവാക്കാനാണ് ഈ ബില്ല് എന്നതാണ്. ഈ പ്രതിപക്ഷം ഇത് ബഹിഷ്കരിക്കുകയാണെങ്കിൽ അത് അവഗണിക്കും എന്നുകൂടിയാണ് അമിത്ഷാ പറയുന്നത്. ഒരു വെല്ലുവിളിയായി തന്നെ അത് പറയുന്നത്. പ്രതിപക്ഷം നിസ്സഹരിച്ചതുകൊണ്ട് സർക്കാർ പ്രവർത്തനം നിലയ്ക്കില്ല, പ്രതിപക്ഷത്തിന് അഭിപ്രായം അറിയിക്കാൻ അവസരം നൽകുക എന്നത് മാത്രമേ ചെയ്യാൻ കഴിയൂ എന്നതാണ് ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇക്കാര്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഭരണഘടനാ ഭേദഗതി ബില്ലിനോടുള്ള കോൺഗ്രസിന്റെ എതിർപ്പിൽ അദ്ദേഹം ചോദിച്ചത് മൻമോഹൻ സിംഗ് കൊണ്ടുവന്ന ഓർഡിനൻസ് അത് രാഹുൽ ഗാന്ധി കീറിയെറിഞ്ഞത് അദ്ദേഹം എങ്ങനെ ന്യായീകരിക്കുന്നു എന്നതായിരുന്നു ചോദ്യം. ബില്ലിനെ പിന്തുണയ്ക്കുന്നവർ കോൺഗ്രസിനകത്തും പ്രതിപക്ഷ പാർട്ടികളിലും ഉണ്ട് എന്നുകൂടിയാണ് ഈ ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പ്രതികരിക്കുന്നത്. ഒപ്പം തന്നെ ജഗദീപ് ധൻഖറുമായി ചുറ്റിപ്പറ്റിയുള്ള വിവാദങ്ങളിൽ പറഞ്ഞിരിക്കുന്ന മറുപടി, അദ്ദേഹം ആരോഗ്യ പ്രശ്നം മൂലമായിരുന്നു അദ്ദേഹത്തിന്റെ രാജി, അത് വിവാദങ്ങളിലേക്ക് കൊണ്ടുചെല്ലേണ്ടതില്ല, അദ്ദേഹം വീട്ടുതടങ്കലിലല്ല എന്നാണ് അമിത്ഷായുടെ മറുപടി. ജയിലിലാകുന്ന മന്ത്രിമാരെ പദവിയിൽ നിന്ന് പുറത്താക്കണം എന്ന ബില്ലിൽ ന്യായീകരണവുമായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. അച്യുതനാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി ചേർന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.